1967 ഈ കരിസ്മാറ്റിക് നവീകരണം സഭയിൽ ഉടലെടുത്ത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ ഏതാനും യുവാക്കളും അധ്യാപകരും ചേർന്ന് അവർ പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവർത്തനം 1, 2, 3 അധ്യായങ്ങൾ. കർത്താവേ, പെന്തക്കോസ്താ നാളിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ കാലഘട്ടത്തിൽ ഇറങ്ങി വരണമേ. അവരിലേക്ക് ശക്തമായ ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരികയാണ്. 1972 ഭാരതത്തിലേക്ക് വന്നു. ബോംബെയിലാണ് ആദ്യത്തെ കരിസ്മാറ്റിക് നവീകരണ ധ്യാനം നടന്നത്. പിന്നീട് 1976 ഇതാ കേരളത്തിൽ അസിസി ധ്യാന കേന്ദ്രത്തിൽ കരിസ്മാറ്റിക് നവീകരണം ധ്യാനം ആരംഭിച്ചു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 50 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. കേരള സഭയെ ശക്തിപ്പെടുത്തി, വളർത്തി, നനച്ചു ഒരുപാട് അനുഗ്രഹങ്ങളാണ് കേരള സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എണ്ണിയാൽ തീരാത്ത നന്മകളാണ് കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ കേരള സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ നാം നോക്കിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തി ദൈവവചനം അവർ വായിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി, വചനത്തിന്റെ ആഴം ദൈവവചനം മനസ്സിലാക്കി. ഇതുപോലെ തന്നെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ദൈവവചനം ഇറങ്ങിത്തിരിച്ചു. ആത്മായ മുന്നേറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നു കഴിഞ്ഞാൽ ഈ ഷെക്കാന ടെലിവിഷൻ പോലും കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഫ്രൂട്ടാണെന്ന് സന്തോഷത്തോടുകൂടെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. ഷാലോൺ TV ആയിക്കൊള്ളട്ടെ, ഗുഡ്നസ് TV ആയിക്കൊള്ളട്ടെ, മീഡിയ മിനിസ്ട്രിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ സഭയെ എല്ലാ രീതിയിലും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദേവാലയങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവജനം എന്നും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, വിശുദ്ധമായ കുടുംബ ബന്ധങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ കേരള സഭയ്ക്ക് ലഭിച്ച അനുഗ്രഹമാണ്. ഈ ജൂബിലി നാൾ കരിസ്മാറ്റിക് നവീകരണം ചെയ്തു തന്ന നന്മകളാണ് എന്ന് നമുക്ക് സന്തോഷത്തോടുകൂടി പറയാൻ സാധിക്കും.